പ്രചേതാക്കളുടെ ചരിത്രം. ഭൂപാലപുത്രൻ വിജിതാശ്വനും പിന്നെ ഭൂപരിപാലനം ചെയ്തു വാഴുന്ന നാൾ. ഹര്യക്ഷനും ധൂമ്രകേശൻ വൃഗനുമങ്ങർഹത്വമേറ്റമേറിയിടും ദ്രവിണസന്താനം സഹചരൻ അവർ നാൽവരും. സാനന്ദമാഹന്തപൂർവാദിദിക്കുകൾ നാലും പരിചൊടുപാലിച്ചിരുന്നിതക്കാലം. അവിർധാനനായിതു രാജ്യവും. അവനു മകൻ പ്രാചീനബർഹിസ്സവനീ മണ്ഡലമഖിലം നിറയെ പ്രാചീനാഗ്രസ്ഥ സ്തംഭ ദർഭകളാലേ പ്രാപിപ്പിച്ചാർ യജ്ഞങ്ങൾക്കതിനാൽ. അവിനാമമതായി തവന്നു ശതദ്രുതി കാമിനീരത്നം സമുദ്രാത്മജയവൾ തന്നെ ചതുർമുഖൻ തന്നിയോഗത്തിനാൽ മന്നവൻ വിട്ടു സുഖിച്ചു വാഴുന്ന നാൾ. പുത്രരവൾ പെറ്റുടൻ പ്രചേതാക്കളെന്നത്രൈവ 10 പേരുണ്ടായിതൂഴിയിൽ. തൽപ്രചേതാക്കൾ സംസാര വിഷയങ്ങൾ ഉൾപ്പൂവിലേതുമൊന്നിച്ചിയാതെ പരം ചിത്ഘനമാത്മ രമ്യസ്വയം ജ്യോതിഷം തൽക്കാരണം ഉപാസിച്ചവരേവരും. പശ്ചിമദിക്കു നോക്കി തപസ്സിനു പോയി സ്വച്ഛബുദ്ധ്യാ പരമാത്മജ്ഞാനാർത്ഥികൾ. താമരപ്പൊയ്കകൾ തീരദേശത്തു ചെന്നാമോദശാലികൾ തങ്ങളിരുന്നുടൻ. ഗാന്ധർവവും ഗ്രഹിച്ചാനന്ദചിത്തരായി ശാന്തേതരം പൊയ്ക തന്നിൽ നിന്നഞ്ജസാ നേരേ കരേറി പരിചോടെഴുന്നള്ളും ശ്രീരുദ്രനെ നമസ്കാരവും ചെയ്തവർ. നിന്ന നേരം പ്രസാദിച്ചഥരുദ്രനും നിന്നവരോടരുൾ ചെയ്തു മധുരമായി. നിങ്ങൾ മഹത്വമേറും പ്രചേതാക്കളെന്നിങ്ങനെ ചൊല്ലും മഹത്തുക്കളല്ലയോ. തുല്യാത്മനാമൊരു വീടും പ്രധാനികൾ കല്യാണശീലന്മാർ ഭാഗവതാഢ്യന്മാർ. നല്ല ഭക്തന്മാരവരെ അനുഗ്രഹിച്ചല്ലലൊഴിപ്പതിനുള്ളൊരു ഞാനിപ്പോൾ. രുദ്രഗീതം മഹാമന്ത്രം തെളിഞ്ഞതിഭദ്രാത്മനാ നിങ്ങൾക്കാശു ചൊല്ലിത്തരാം. ശുദ്ധബുദ്ധ്യാ ജപിച്ചാലും ഈ സ്തോത്രമെന്നത്യാദരാലുപദേശിച്ചരുളിനാൻ. തൽകീർത്തനേന തപസ്സിനായിക്കൊണ്ടവര കാലമസമുദ്രയെ മുഴുകിയിടിനാർ. പുരഞ്ജനോപാഖ്യാനം. മുഖ്യതബോധനൻ നാരദൻ അതിവിഖ്യാതനായെഴും പ്രാചീന ബർഹിസിൻ പൂരിലാമാർ എഴുന്നള്ളിയ നേരത്തു സാരനായുള്ള നരവരനും മുതാ ഭക്ത്യാ നമസ്കൃതി ചെയ്തെഴുന്നേറ്റുടൻ പ്രീതി കൈക്കൊണ്ടു കൂട്ടിക്കൊണ്ടു പോന്നുടൻ. അർഘപാദ്യാസനപൂജകളെ മുതാ രാജപ്രവരനും ചെയ്തിരുത്തിയിടിനാൻ. അപ്പോൾ മഹാമുനി നാരദനാത്മ ജ്ഞാനപ്രഭേദങ്ങളാം അത്ഭുതവാണികൾ ജൽപ്പിച്ചതു കേട്ടു സംസാര വൈരാഗ്യമുൾപ്പൂവിലുൾക്കലർന്ന പൃഥ്വീശ്വരൻ ജ്ഞാനോപദേശഗ്രഹണത്തിലാഗ്രഹം മനസേ പൂണ്ടു ചോദിച്ചതിനുത്തരം ചൊന്നാൻ മുനീന്ദ്രൻ. എടോ നൃപതീശ്വര, മുന്നം ഭവാനാലഹോ ഹനിച്ചീടിന യജ്ഞപശുക്കൾ ഭവാനെ ഹനിപ്പതിൻ അജ്ഞാനികൾ പരലോകത്തുണരെടോ എന്നുള്ളതിങ്കൽ പുരഞ്ജനവൃത്തമാകുന്നോരിതിഹാസവും അരുളിച്ചെയ്താൻ. മുന്നം പുരഞ്ജനനാം നരേന്ദ്രോത്തമൻ തന്നുള്ളിൽ അങ്ങവിജ്ഞാതസഖനെയും വിട്ടുകളഞ്ഞൊരു രാജധാനീന്ദ്രം ഉത്കൃഷ്ടമായുണ്ടാക്കുവാൻ തിരഞ്ഞിടിനാൻ. കണ്ടീലതു തനിക്കുള്ളിൽ തെളിഞ്ഞതു കൊണ്ടത പിന്നെയും നീള നടന്നവൻ ഖിന്നനായേറ്റം പരവശനായുടൻ ചെന്നു ഹിമവദ്ഗിരിവരൻ തന്നെ താഴ്വരയിങ്കലാം മാറു തെക്കേ പുറത്താവോളമമ്പോടു നോക്കി നടക്കുമ്പോൾ 9 വാതിലുള്ളൊരു പുരവരം മുമ്പിലാം മാറതിലക്ഷണയുക്തമായി കണ്ടാനവൻ പുറമേ
ബഹുശോഭ പൂണ്ടൊരു ഉദ്യാനമതിങ്കൽ വിവിധമാം പുഷ്പസൗരഭ്യ സമൃദ്ധി ഗുണങ്ങളാൽ ഉൾപ്പൂവിലാമാറുദർപ്പകഭ്രാന്തികൾ വർദ്ധിതമായിരിക്കും പ്രദേശോത്തമേ സുസ്ഥലത്തിങ്കലൊരുത്തിയെ കേവലം 100 ജനങ്ങൾ സഖിമാരുമായേറെയുള്ളോരു ബഹുഭടന്മാരോടും പഞ്ചപണനാം മഹി വരൻ തന്നോടു വഞ്ചിതയാം പ്രമദോത്തമ തന്നെയും ഭർത്താവിനെ തിരഞ്ഞങ്ങു നടക്കുന്നോരുത്തമയാം അവളെ കണ്ടു സാദരം ചിത്തേ മുഴുത്ത മദന പരവശാലത്തേൻമൊഴിയാളോടാശു ചോദിച്ചിതു, എന്തൊടോ സുന്ദരിയായ നീ താനുടനെന്തിനായിങ്ങനെ സഞ്ചരിക്കുന്നതും, ആരുടെ നന്ദനയായതു നീ യഗതാരിൽ നിരൂപിച്ച കാര്യമൊന്നെന്തടോ, ആരു നിനക്കിഹ ഭൃത്യരായി മേവിന വീരയോദ്ധാക്കളും നാരിമാരുമിവർ, മുന്നിൽ നടക്കും ഫണീന്ദ്രനു നാമമെന്തൻപോടു നീ ഭുവനേശ്വരിയാകിയ പാർവതിയോ രമാദേവിയോ, കേവലമീ വണ്ണമുള്ള നീ താനവരല്ലയോ, ഭൂമൗ നടക്കുന്നതാകയാലെത്രയും കോമളയായ നീ വീരനാമെന്നുടെ മാനസനാഥയായ എന്നോടു കൂടെ വന്നാനന്ദമോടപ്പുരിയെ നിരന്തരം നന്നായലങ്കരിപ്പാനുള്ള യോഗ്യമുണ്ടിന്ദിരാദേവിയുമായി മുകുന്ദൻ പരൻ വൈകുണ്ഠലോകമലങ്കരിച്ചേതും ഒരാകുലമെന്നിയെ വാഴുന്ന വണ്ണമേ, എന്നെയും വച്ചുകൊണ്ടി പുരി തന്നെയും നന്നായലങ്കരിക്കേണം മനോഹരേ, നിന്നെയും വച്ചുകൊണ്ടെന്നെ പൊരുന്നിതു കന്ദർപ്പനെന്നതിനി നിന്നുടെ വ്രിളയാസാകം അവനതമാകിയ മേളമുഖാംബുജം കാട്ടി രക്ഷിക്കമേ. യുദ്ധം പറയും പുരഞ്ജനനോടുടനെത്രയുമത്യാദരേണ പുരഞ്ജനി ചൊന്നാൾ, പുരുഷോത്തമനായിരിക്കുന്ന നിന്നോടു ഞാൻ പറയാമിതിനുത്തരം, ഉൽപാദകനായ താതനെ ഞാനെൻ്റെ ചിത്തേ ധരിച്ചിരിക്കുന്നതില്ലേതുമേ, ഈ സ്ഥലത്തിങ്കൽ വന്നെത്തിയേ നിന്നു ഞാനീ സ്ത്രീജനങ്ങളെല്ലാം സഖിമാരല്ലോ, നിത്യമീ ചമഞ്ഞ പുരുഷരുമത്ര മമ സഖിമാരെന്നറിക നീ, ഞാനുറങ്ങും പൊഴുതും പുനരന്തരാനൂനമുണർന്നിരിക്കും വിധിയിങ്കലും താനിപ്പുരി പരിപാലിച്ചിരിപ്പവനാനന്ദമുൾക്കൊണ്ടിവൻ ഫണീന്ദ്രോത്തമൻ, എന്നിങ്ങനെയുള്ളതെൻ പരമാർത്ഥമിന്നെന്നെ ഇങ്ങെത്തിച്ചതീശ്വരാനുഗ്രഹം. തന്നെ വിഷയങ്ങളിച്ഛിച്ചിരിക്കുന്ന നിന്നെ അനുഭവിപ്പിപ്പനെനിക്കുള്ള ബന്ധുക്കളും ആയനുഭൂതസിദ്ധനായന്ധത എന്നിയേ നിത്യസുഖാന്വിതം എന്നോടു ചേർന്നിപ്പുരിയിൽ 100 വാഴ്കെന്നു തോന്നിയിടുകിൽ നന്നായി വരും ദൃഢം. നിന്നെ കണക്കെ സദൃശരായാരെയും മന്നിടത്തിങ്കൽ ഞാൻ മറ്റു കണ്ടീലടോ, ധർമാർത്ഥ കാമമോക്ഷാനന്ദ സന്തതി ധർമ്മയശസ്കരമാം ഗ്രഹസ്ഥാശ്രമം, ദേവകൾക്കും ഋഷികൾക്കും പിതൃക്കൾക്കുമേവം മനുഷ്യഭൂതങ്ങൾക്കുമാശ്രയം. കേവലമീ ഗ്രഹസ്ഥാശ്രമമെന്നറിഞ്ഞാവിർമുദാപത സാധിച്ചുകൊള്ളുവാൻ വീര്യബലാദ്യംഗസൗന്ദര്യമാദിയാം കാര്യഗുണങ്ങൾ ചേർന്നിടും ഭവാനെ ഞാൻ നൂനം വരിക്കുന്നതുണ്ടി ഗുണങ്ങൾ ചേർന്നാനന്ദവാനായ നിന്നെയുപേക്ഷിപ്പാൻ മാനസേ തോന്നുകയിൽ ഒരുത്തിക്കും എന്നാനന്ദവാണികളാൽ ഭ്രമിപ്പിച്ചുടൻ ചെന്നു പുരഞ്ജനൻ തന്നെ വരിച്ചു സമ്പൂർണമാദേന പുരഞ്ജനിയും തമ്മിൽ ദമ്പതിമാരായി പുരിയിലകം പൊക്കു സമ്പ്രതി 100 സുഖാന്വിതം. അങ്ങനെയുള്ള പുരിക്കേഴുവാതിലുണ്ടങ്ങുയരത്തു താഴത്തു രണ്ടും പ്രഭോ, മംഗളമായതിലൂടെ കടന്നുടനെങ്ങും നടക്കും പുരഞ്ജനൻ തന്നെ ഭൃത്യജനങ്ങളുമായൊരുമിച്ചുകൊണ്ട് വെവ്വേറെയും തഥാ നിത്യമതിൽ 5 വാതിൽ കിഴക്കുഭാഗത്തു വാമേതരദിക്കിലോരോന്നെടോ, പശ്ചിമഭാഗത്തു 2 പുനരതിൽ ഇച്ഛാവശേന പുരഞ്ജനന്താനവൻ ഖദ്യോദയെന്നും ആവിർമുഖിയെന്നുള്ള വാതിൽ ദ്വയാന്തേ കിഴക്കു ഉദ്യമാനോടുകൂടെ പുറപ്പെട്ടു വിഭ്രാജിത
നാമമീടുന്ന രാജ്യമടക്കുന്നിതന്വഹം. കേവലമങ്ങവറ്റിനടുക്കത്തു ലോമേവ നളിനിയുമന്യാപിനാളിനി. രണ്ടു വാതിലതിലൂടെ പുറപ്പെട്ടുകൊണ്ടവധൂത സഖനോടു ചേർന്നുടൻ സൗരഭമാകിയ രാജ്യമടക്കി വൻ പൂജ്യമാം മുഖ്യയാം വാതിലൂടെ തഥാ ചെന്നു രസജ്ഞ വിപണി ഇരുവരുമോടൊന്നിച്ചുകൊണ്ടു ബഹൂധനവുമവൻ അന്വഹം അമാപണമായൊരു രാജ്യവും തന്നാലടക്കി വാഴുന്നു നിരന്തരം. തെക്കും വടക്കും പിതൃദേവഭൂക്കളെന്നൊക്കെ പ്രസിദ്ധങ്ങളാം വാതിലൂടെ പോയി പുക്കു ശ്രുതധരനായ സഖിയോടും ദക്ഷിണ പാഞ്ചാലവും പുനരന്യഥാ. ചൊൽപ്പൊങ്ങും ഉത്തരമായ പാഞ്ചാലവും അപ്പോലെ രാജ്യങ്ങൾ രണ്ടുമടക്കുന്നു. പിന്നെയ പശ്ചിമമാം വാതിലൂടെ പോയി ചെന്നു പുറപ്പെട്ടു നുർബദം തന്നോടും കൂടെ കലർന്നുടൻ ഗ്രാമകമെന്നു പേരാകും മഹാരാജധാനിയടക്കുന്നു. പാടേ നിർവൃതിയൂടെ ചെന്നു ലുബ്ധകനോടും മഹാവൈശസമെന്ന രാജ്യവും നേരെ മുതിർന്നടക്കുന്നു പുരഞ്ജനൻ. പാരിലുപസ്കര നിർവാക്കുകളാകും പൗരവരോടുമൊന്നിച്ചു സന്തതം ഓരോരോ കർമ്മങ്ങളാചരിക്കുന്നതും. കേവലമന്തപ്പുര ഗതനാകിലങ്ങാവിർമുദാ വിഷൂചീനനോടും തഥാ വാണുന്യായം സുതധാരാലയാദിഭിർ മാനേന ശോകമോഹങ്ങൾ ഉൾക്കൊണ്ടവൻ കാമിനിയാകും പുരഞ്ജനിതൻ. വശപ്രേമബന്ധേന താനങ്ങവൾ ചെയ്വതും കൂടെ പരിചൊടു ചെയ്യുന്നീ തന്വഹം. കൂടിയാലങ്ങനെ വന്നു കൂടും ദൃഢം. അങ്ങനെയുള്ള പുരഞ്ജനൻ നാമവാനങ്ങുടനെ മുതിർന്നാഹന്ത കേവലം. പഞ്ചാശ്വമായി പരിചിൽ ദ്വിചക്രമായഞ്ചിതമായ കൊടിമരം മൂന്നുമായി സംപ്രതി ബന്ധുരമഞ്ചൊരുവായി കയറിമ്പം കലർന്നൊരു സാരഥിതാനുമായി. ഏകരഥേ രണ്ടു കൂപരമായുധമാകുലമെന്നിയേ കേവലമഞ്ചുമായി. 7 വരൂഥങ്ങളോടുമൊരുമിച്ചു കോഴയൊഴിഞ്ഞു പൊൻകൊണ്ടലങ്കൃതമായി മേവുന്ന തേർമേൽ കരേറി കവചവും കേവലം പൂണ്ടാവനാഴികയും കെട്ടി. ഏകദശാക്ഷൗഹിണിപ്പടയോടു ചേർന്നേകദിനേ പഞ്ച പ്രസ്ഥം മഹാവനം പ്രാപിച്ചു നായാട്ടുടൻ തുടങ്ങിയിടിനാ പൂർണ്ണ ഗർവേണ ഭാര്യയുമെന്നിയേ. കാനനത്തിങ്കൽ പെരുമാറി നിന്നതി ദീനനായി പോന്നു തന്നാലയം മേവിനാൻ. സ്നാനവും ചെയ്തശനാദികളും കഴിച്ചാനന്ദമുൾക്കൊണ്ടലങ്കരിച്ചുള്ളവൻ താനപ്പുരഞ്ജനിയെ കണ്ടതില്ലയാ ജ്ഞാനന്ദവും കുറഞ്ഞന്തപ്പുരത്തിങ്കൽ. കാണായ നാരികളോടാശു ചോദിച്ചാനേണാക്ഷിമാരെ സുഖമല്ലീ എല്ലാവർക്കും. ഇങ്ങു പുരഞ്ജനി താനൊഴിഞ്ഞാകയാലിങ്ങനെ മങ്ങിയതെന്തിന്നിലയനം. മംഗലശീലതാനെങ്ങു പോയാളവളങ്കനമാരെ പറവനെന്നിങ്ങനെ സംഗതിയായവൻ ചോദിച്ചതിന്നഥ മംഗലാപാങ്കികളും പറഞ്ഞിടിനാർ. ഞങ്ങളോ രാജപ്രവര ദേവീ നിന വങ്ങകതാരിലെന്തറിഞ്ഞീലഹോ. ചെന്നു വെറും നിലത്തുണ്ടു കിടക്കുന്നു മന്നവ കേൾക്കെന്നവർ പറയും വിധൗ. ചെന്നു പുരഞ്ജനന്താനും പുരഞ്ജനി തന്നിലെ സ്നേഹപരവശചേതസ നന്നായി പറഞ്ഞങ്ങനു നയിപ്പിച്ചവൾ തന്നെ കുളിപ്പിച്ചലങ്കരിപ്പിച്ചുടൻ ചെമേ ഭുജിപ്പിച്ചു തമ്മിൽ പിരിയാതെ നിർമായമാലിംഗനാദിഭിരന്വഹം. രാപ്പകലുമറിയാതെ രമിച്ചുകൊണ്ടാത്മസുഖം പൂണ്ടിരുന്നാനനുദിനം. അക്കാലമായിരത്തിന്മേൽ 100 മക്കളും അൻപോടൊരു 120 കന്യകമാരും ജനിച്ചവർ. തമ്മയങ്ങുന്യൂനമോദേന പിന്നെ പുരഞ്ജനൻ ശിക്ഷയാചമേ വളർത്തുവേൾപ്പിച്ചതങ്ങൊക്കെ കൊടുത്തിതു കന്യകമാരെയും. പുത്രരവർക്കുമുണ്ടായിതനവധി സത്രങ്ങളും ചെയ്തു കീർത്തിയാ സുഖിച്ചവൻ. പുത്രമിത്രാദികളോടു ചേർന്നങ്ങനെ നിത്യമിരിക്കുന്ന നാളൻപതിനപ്പുറം വത്സരം ചെന്നളവാപത്തു കാലവും അത്യന്തമാഹന്ത വന്നടുത്തൂവലാൽ.
ചണ്ഡവേഗാഖ്യനാം ഗന്ധർവനന്നു താൻ നന്നായി വെളുത്തുള്ള 360 ഗന്ധർവന്മാരോടു കൂടവേ വന്നുടനന്ധനായുള്ള പുരഞ്ജനൻ തന്നെ നല്ല പുരത്തെ ചെറുത്തിയിടിനാനവൻ. മെല്ലെ പ്രജാകരിയായ നാഗേന്ദ്രനും തുല്യരാം ഗന്ധർവന്മാരോടുമൊന്നിച്ചു വല്ലഭമോടു 100 യുദ്ധം ചെയ്താൻ. അന്നവസാനേ ബലക്ഷയ കാരണാൽ തന്നിൽ വിവേകം കലർന്ന പുരഞ്ജനൻ ചാരു പുരഞ്ജനിയിങ്കൽ മുഴുത്തഴും പാരവശ്യം കൊണ്ടു മന്ദനായി മേവിനാൻ. പിന്നയ ഗന്ധർവന്മാർക്കു തുണയിങ്ങു വന്നുകൂടി കാലദേവതനൂജയും. മുന്നം അവളൊരു ഭർത്താവിനെ തിരഞ്ഞന്യൂനകാലമാഹന്ത ലോകങ്ങളിൽ എങ്ങും പെരുമാറിനാളവൾ. ദുർഭഗ എന്നതുകൊണ്ടാരുമാദരിച്ചില പോൽ പണ്ടവളെ പൂരുവാം നരേന്ദ്രോത്തമനിണ്ടൽ പൂണ്ടാശു ധരിച്ചാനേകം നാൾ. കുണ്ഠത തീർന്നു വരവും കൊടുത്തവൾ രണ്ടാമതും സത്യലോകത്തു നിന്നിങ്ങു പോന്നുവന്നെന്നെ വരിപ്പതിനായിങ്ങു ചേർന്നു നിന്നേറ്റമത്യാഗ്രഹിച്ചിടിനാൾ. ബ്രഹ്മചര്യാപരനായ ഞാനെന്നതു സമ്മതിച്ചീലതുകൊണ്ടവളേറ്റവും ക്രോധം കലർന്നൊരിടത്തുമിരിക്കരുതാതവാറെന്നെ ശവിക്കയും ചെയ്തുടൻ. പോരും അവളൻ വചോ മാർഗഹേതുനാ സാഗം ഭയനാമകനാം യവനനെ ഭർത്താവായിക്കൊള്ളുവതിന്നാഗ്രഹം ഉൾക്കലർന്നത്ര യവനാധിപനോടു ചൊല്ലിനാൾ. നിന്നെ വരിപ്പതിനായിക്കൊണ്ടു ഞാനിഹ വന്നു നിന്നേൻ. ലോകവൃത്തി കൊണ്ടും ശാസ്ത്രനിർണയം കൊണ്ടും നിഷിദ്ധമല്ലാതതേ കേൾക്കയുമാശു കൊടുക്കയും വേണമെന്നാകയാൽ ഭദ്രനായി മേവിന നിന്നെ ഞാൻ സേവിക്ക ചെയ്യുന്നതെന്നിൽ മുഴുത്ത ദയവുള്ളിലുണ്ടാക വേണമെന്നിങ്ങനെ കാലകന്യാവചനം കേട്ടു നിന്നിതു. കാലമേ ദേവരഹസ്യ സിദ്ധാശയാ ഹസപൂർവം യവനാധിപൻ ചൊല്ലിനാൻ. ആസുരിയായ നിനക്കു ഞാൻ മുന്നമേ ഭർത്താവിനെയുണ്ടു കൽപ്പിച്ചിരിക്കുന്നിതത്ര നീ ദുർഭഗയാകയാലെന്നുമേ കൈക്കൊള്ളുകയില്ല അങ്ങാതരാൽ മാനുഷരൊക്കെ മറഞ്ഞു നിന്നമ്പോടനുദിനം. നന്നായി അനുഭവിച്ചാലും പിരിയാതെ നിന്നീടുമങ്ങിവൻ പ്രജ്വരനും ദൃഢം. പ്രാതാവെനിക്കുടൻ പ്രജ്വരനെന്നുടെ സോദരി നീ നിങ്ങൾ തങ്ങളിരുവരും. ഞാനും ഭയങ്കരമായ പടയുമായി കാനനേ കൂടെ നടപ്പനെങ്ങെങ്ങുമേ എന്നിങ്ങനെയവൻ ചൊല്ലി നിന്നങ്ങവൻ തന്നുടെ സൈനികമധ്യേ സഹജനും കാലകന്യാവുമായി മേദിനിയിങ്കലക്കാലം പെരുമാറുന്നവർ മെല്ലവേ വന്നു പുരഞ്ജനനെന്നുരവങ്ങിനമന്നവൻ തൻ പുരത്തെ ചെറുത്തീടിനാർ. അന്നവിടെ കലഹത്തിൽ പ്രജാകരി ഉന്നതനെത്രയും ഖിന്നനായാൻ തുലോം എന്നതു കണ്ടളവേ കാലകന്യക ചെന്നകമ്പുക്കു പുരഞ്ജനൻ തൻ പുരം തന്നെ പാട്ടിലാം മാറടക്കിയിടിനാൾ. ചെന്നു ചുഴന്നുകൂടി യവനന്മാരും തൽപരിഭീഡകളാലേ പുരഞ്ജനൻ ഉൾപ്പൂവിലേറ്റം പരിതാപയുക്തനായി നിത്യമക്കാലകന്യാവിനാലെത്രയും അത്യരമാലിംഗിതനായി ചമകയാൽ തേജോവിഹീനനായി മോഹിച്ചു ഗന്ധർവരാജയവനന്മാരാൽ ഹൃദധൈര്യനായി പോരും നൃപതി ബഹുമാനഹീനരായൊരു തനയതാരങ്ങളെയും നിജശത്രുവിരോധ പ്രപഞ്ചങ്ങളെയും കണ്ടുൾത്താരുളുണ്ടായിരും വിവേകങ്ങളാൽ തൽപ്രതികർമ്മമാഹന്ത കാണാഞ്ഞുടനപ്പൊഴുതിച്ച കൂടാതെ രാജ്യത്തെയും വിട്ടുകളഞ്ഞു പുറപ്പെടുവാനൊരുമ്പെട്ട പുരഞ്ജനനെ കണ്ടു കേവലം പ്രജ്വരനാം ഭയഭ്രാതാഭയപ്രിയം വിശ്വാസമുൾക്കൊണ്ടു ചെയ്കയിലിച്ഛയാ തൻപുരി ചുട്ടു സംഹാരം തുടങ്ങിനാനപ്പൊഴുതപ്പുരീപാലൻ പ്രജാകരൻ ചിത്തേ മുഴുത്ത പരിതാപ യുക്തനായ തലോടേ വിയോഗത്തിനാരംഭിച്ചാൻ. തത്സമയേ പരിഭീഡിതനാം നൃപൻ വത്സങ്ങളിലും പ്രണയിനി തന്നിലും ശക്തി കലർന്നു വിചാരം തുടങ്ങിനാനിക്കാലമങ്ങു ഞാൻ പൊയ്ക്കളഞ്ഞാലിനി
മൽസുതന്മാർക്കും കുടുംബിനിക്കും പുനർ മിത്രങ്ങളായവർക്കൊന്തരന്യാശ്രയം. ഇങ്ങനെയുള്ള വിചാരം പുരഞ്ജരനങ്ങകതാരിൽ ഉൾക്കൊണ്ടിരിക്കും വിധൗ നിന്ന ഭയൻ യവനന്മാരുമായി മുതിർന്നുന്നതനാമവനെ പിടിച്ചഞ്ചസാ ബന്ധിച്ചുകൊണ്ടങ്ങു പോകത്തുടങ്ങിനാൻ. ബന്ധുക്കളും സുതതാരങ്ങളും ദൃഢം സന്ധ്യതിച്ചിടിനാരാഹന്ത കൂടവേ. സന്തത പാലനടങ്ങിനാൻ നാഗവും മുന്നേ കണക്കേ പരീക്ഷീണമായതു. മന്നവൻ തൻ പുരവും പ്രധാകേവലം പിന്നെ യവനവശഗതനാകിയ മന്നവൻ തന്നെയും ദുർഗമാർഗത്തൂടെ കൊണ്ടുപോകുമ്പൊഴുതങ്ങു പുരഞ്ജനൻ പണ്ടഹോ തന്നാൽ ഹതങ്ങളായി മേവിന ദുഷ്ടപശുക്കളാൽ എത്രയും ദണ്ഡങ്ങൾ കഷ്ടതരങ്ങൾ അനുഭവിച്ചിടിനാൻ. മറ്റുമനേക ദുഃഖങ്ങൾ അനുഭവിച്ചറ്റമില്ലാതെ പീഡിച്ചാനോരോ വിധം. കാലധർമാനു സമയമായിടിന കാലസ്മരണ നിമിത്തമായങ്ങവൻ താനും പ്രമദോത്തമയായി ജനിച്ചുടൻ മാനേന വൈദർഭ്യായി ചമഞ്ഞു മുതാ. പണ്ഡ്യാധിപൻ മലയധ്വജൻ കീർത്തിയും പൂണ്ടു ഭൂഭൃത്തുക്കൾ തമ്മയെല്ലാരെയും തന്നാൽ ജയിച്ചു മെതിയടി വീര്യമായി നിന്നവൻ വേട്ടുകൊണ്ടെന്നവൾ തന്നിലേ നിന്നതിസുന്ദരിയായുളവായൊരു കന്യകയ്ക്കങ്ങനുജാതരായേഴുപേർ വന്നുളരായവർ ദിഗ്വിഷയങ്ങളേഴിന്നുമധിമതിമാരവർ തന്നെ നന്ദനജാതങ്ങളായി 10 കോടിയുന്നതന്മാരവർക്കുളവാക്കിയ സന്തതി കൊണ്ടു ഭൂമണ്ഡലമേഴും ഒരന്തരമന്യേ അനുഭവിച്ചിടുന്നു. സന്തതം മന്നൊന്തരങ്ങൾ മുഴുവനേ സന്തുഷ്ടനായി മലയധ്വജപുത്രിയെ സംപ്രമോദാൽ അഗസ്ത്യൻ വേട്ടവൾ തന്നിൽ അൻപോടുകൂടെ ദൃഢച്യുതൻ തന്നെയും സംപ്രതിതാൻ ജനിപ്പിച്ചാനവൻ തൻ പുത്രനൻപെഴും ഇത്മാവഹൻ മലയധ്വജൻ. മുമ്പേ ഭഗവതാരാധനാ തൽപരൻ കമ്പമൊഴിഞ്ഞതിലിച്ഛയാസാദരം ഭൂമണ്ഡലം സുതന്മാർക്കു കൊടുത്തുടൻ ശ്രീമാൻ മഹാവിഷ്ണുപാദഭക്ത്യാ വനം പ്രാപിച്ചു ദേഹധന തനയാദികളാവൽക്കരമെന്നുറച്ചഥ സർവവും വൈദർഭിയോടും തപസ്സു ചെയ്തിടിനാനാഥരാൽ ചന്ദ്രവസാ താമ്രവർണ്ണിയും മേദിനിയിങ്കൽ വടോദയെന്നും ജഗദാദിപ്രസിദ്ധങ്ങളായ നദികളിൽ പുണ്യജലങ്ങളാൽ സ്നാനാചമനങ്ങൾ അന്യൂനകാലമാഹന്ത ചെയ്തേറ്റവും ശുദ്ധഫലമൂല പുഷ്കരാദ്യാഹാര വൃത്യാ പരിചൊടു രക്ഷിച്ചു ദേഹവും ശോഷണവും ചെയ്തു ശീതോഷ്ണ മരുദ്വർഷഭീഷണ ക്ഷുത് പിപാസാദി വിവിധങ്ങൾ മാനസത്തിങ്കൽ സഹിച്ചു നിരന്തരം മാനമാദാദി ഭ്രമങ്ങളൊഴിഞ്ഞുടൻ താനും ഗുരുമഖിലപ്രപഞ്ചവും നൂനം പരബ്രഹ്മവും മഹാമായയും ഏകമയമായൊരുമിച്ചു കണ്ടു കൊണ്ടേകാന്തദേശേ സദാഭേദമെന്നിയേ കേവലമാത്മയോഗേന സമാധി ചേർന്നാവിർമുദാ പരമാനന്ദ സംയുതം വാണീടിനൻ പലകാലം പ്രണവനാളേന പരം പരലീനനായാൻ ക്രമാൽ ഭക്ത്യാ പുരുഷാർത്ഥസിദ്ധനായി മേവിന ഭർത്തൃകളേവരം കണ്ടു വൈദർഭിയും ദുഃഖേന സംസ്കാരവും ചെയ്തുടൻ ഉദകക്രിയ തൊട്ടു സപിണ്ഡാന്തകർമ്മവും കൃത്വാപിതാനും മരിപ്പതിനായി നിന്ന വൃത്താന്തമാഹന്ത കണ്ടു പുരാ നിജമിത്രമം ബ്രഹ്മമുഖാദുക്തി വാണിഭിരുൾത്താരിലുണ്ടായ മായാഭ്രമങ്ങളും ത്യക്താപ്യനന്തരം ഹംസപാദങ്ങളിൽ അത്യാദരേണ സമാശ്രയിച്ചു പരം. പുരഞ്ജന ചരിത്രം. തൽക്കഥാമിത്തം നിശമ്യ മുനീന്ദ്രനോടുൾത്താരുണർന്നു നൃപതി ചൊല്ലിടിനാൻ. ഭദ്രം ഭവാനരുൾ ചെയ്ത വാഗർദ്ധമിസന്ദേശ സാധനമെന്നിയേ സാദരം നന്നായറിയുമാറെന്നോടു വേർതിരിച്ചൊന്നൊഴിയാതെ മുതിർന്നരുൾ ചെയ്കിലേ. ബോധിച്ചുകൂടൂ മുഹുരെന്നതു കേട്ടു ബോധിക്കുമാറരുൾ ചെയ്തു മുനീശ്വരൻ. കേട്ടുകൊള്ളുകെങ്കിൽ പുരഞ്ജനനായതു
വട്ടമൊഴിഞ്ഞ ജീവാത്മാ പരബ്രഹ്മം. സാക്ഷിയാകും ശരീരം പുരമായതു സാക്ഷാലതിനെ ജനിപ്പിക്ക കൊണ്ടവൻ തന്നെ പുരഞ്ജനനെ എന്നായി ചമഞ്ഞതു അന്യൂനമാമ വിജ്ഞാനനീശ്വരൻ. നിത്യൻ അപരിച്ഛിന്നൻ പരൻ കേവലൻ തൽസ്വതാമൂല പ്രകൃതി ഗുണങ്ങളെ സദ്യോപിതാനങ്ങനുഭവിപ്പാൻ ശരീരത്തെ ആരാഞ്ഞു പെരുമാറി നിന്നവൻ മുഖ്യനാകും ഹിമവദ്ഗിരി തന്നെ തെക്കേ പുറം പൊക്കുമർത്യശരീരവും കൈക്കൊണ്ടതിങ്കൽ പ്രമദോത്തമയെന്ന ദുൽക്കാമ്പിലോർക്കതൽ ബുദ്ധിയാകുന്നതും നിത്യം ശരീരേന്ദ്രിയങ്ങളാൽ ജീവനമത്യാദരേണ ഭുജിക്കും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്കു സഖികളാകുന്നതങ്ങിന്ദ്രിയ വൃത്തികളെന്നു തന്നെ വരും. ഇന്ദ്രിയനായകനല്ലോ മനസ്സു താനിന്ദ്രിയവൃത്തി പാഞ്ചാലങ്ങളായതും ശബ്ദാദി പഞ്ചവിഷയങ്ങളായതും തദ്ദേഹജീവനനുഭൂതി കേവലം. ദ്വാരങ്ങൾ 9 ചൊന്നതു നേരെ പരിചോടരിക തത്വദ്വിതം. ഖദ്യോദാവിർമുഖികൾ നയനദ്വയം തദ്യുമാനെന്നതുപോൽ ചക്ഷുരിന്ദ്രിയം. വിഭ്രാജിതമെന്ന രൂപം നളിനിയും അത്ഭുതം നാളിനി നാസികാദ്വാരങ്ങൾ. തൽപ്രാണനായ അവധൂതനായതുമപ്പോലെ സൗരഭനെന്നതു ഗന്ധവും. ജിഹ്വേന്ദ്രിയൻ രസജ്ഞൻ പോൽ ബഹൂദനസവ്യനാനാദ്വിധാന്നദ്വിതം സംയുതം. പിന്നെ പിതൃഭൂവലത്തെ ചെവി പുനരന്യഭാഗേ ദേവഭൂവെന്നു ചൊന്നതും. തൽസാധനേന പ്രവൃത്തി നിവൃത്തിതൽ ലക്ഷണശാസ്ത്രങ്ങൾ കേട്ടു പിതൃയാനം. ദേവയാനങ്ങളാകുന്ന മാർഗങ്ങളെ കേവലം പ്രാപിക്കയാൽ നാമമെന്നതായി. ശ്രോത്രേന്ദ്രിയം പോൽ ശ്രുതിധരനായതുമാസുരിയാകുന്നതായതുമേക്ഷവും. ദുർമദനെന്നുപയസ്തേന്ദ്രിയം ഗ്രാമ്യകം നിർമ്മല സംഹിതം പോൽ വ്യവസായവും. ചെമ്മേ നൃഹൃതി ഗുദം ലുബ്ധകൻ പായുമിന്ദ്രിയം വൈശസമെന്ന നരകവും. കാൽ നൃപാഖ്യൻ കയ്യുപസ്കരനായതും അന്തഃപുരമെന്നതല്ലോ ഹൃദയവും. മാനസം പോൽ വിഷൂചീനനാകുന്നതും തേന തൽ സ്വപ്നശരീരമാംസ്യന്തനം. പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകളും പുനരഞ്ജിത പുണ്യപാവങ്ങൾ തച്ചക്രവും. സത്വരജസ്തമസ്സല്ലോ കൊടിമരം തൽബന്ധുരങ്ങൾ ബാണങ്ങളഞ്ചായതും. മാനസം വൈക്കയർ സാരഥി ബുദ്ധിയുമാനതേർ കൂടദ്വന്ദ്ങ്ങൾ കൂപരങ്ങൾ. നേരെ ഹൃദയശബ്ദാദി വിഷയങ്ങൾ ഘോരമാമായുധപാണികൾ കേവലം. ഏകാദശേന്ദ്രിയമാകും പടചണ്ഡവേഗനാകുന്നിതു സംവത്സരം ദൃഢം. ഗന്ധർവന്മാരങ്ങഹസ്സുക്കൾ രാത്രികൾ ഗന്ധർവിമാർ കാലകന്യാജരാഖ്യയും. സന്തതം മൃത്യുഭയൻ ആദിവ്യാധികൾ ചിന്തയാ കേൾക്ക യവനന്മാരായതും. പ്രജ്വരനെന്നിതെല്ലാം അപ്പുരഞ്ജനാത്യുജ്വലിതം ചരിത്രം പവിത്രം പരം. തമ്മിൽ പുരഞ്ജനൻ താനും പുരഞ്ജനി തന്വീമണിയും രമിച്ചു വാഴുന്ന നാൾ. അന്യോന്യമുൾസ്മൃതി ചേർന്നു രമിക്കയാൽ അന്യജന്മേ പകർന്നുത്ഭവിച്ചിടിനാർ. വന്നതതിങ്കൽ മരിക്കുമ്പൊഴുതു താനൊന്നെന്തു ചിന്തിച്ചതങ്ങതായേ വരൂ. പിന്നെയെന്നുള്ളതിനാൽ അനിശം ഹൃദി നിർണയിക്കേണം ഭഗവത്പദാംബുജം. തന്നിലെ ഭക്തി എന്നാൽ അതിങ്കൽ ഗതി വന്നുകൂടിയിടുമെന്നൊന്നു സിദ്ധാന്തവും. നന്നായതിന്നു കർമാധീനമെന്നിയേ തന്നിലൂന്നീടുകയില്ലിതു നിർണയം. എന്നതിനാലും ഭഗവത്പദസ്മൃതി തന്നെ മനസാപി ശീലിക്ക വേണ്ടതും. പുണ്യപാപങ്ങൾ ഒഴിഞ്ഞഖിലേശ്വരൻ തന്നനുകൂലമായുണ്ടായി വരുവോളവും. കാലമെന്നേവം ഭവാപ്തി തരണൈകമൂലഭക്തി പ്രവിസ്താരഭേദങ്ങളെ മോദാലരുൾ ചെയ്ത തത്വാർത്ഥബോധവും മേദിനീശന്നു നന്നായുറപ്പിച്ചുടൻ. പ്രചേതാക്കളുടെ ശേഷം കഥ. നാരദൻ താൻ മറഞ്ഞാൻ പ്രചേതാക്കളും പാരാവാരേ മുഴുകിക്കിടന്നന്വഹം. രുദ്രഗീതപ്രയോഗത്താൽ സ്തുതിച്ചു തൽ ഭക്തി കണ്ട 10,000 വത്സരാൽ. പ്രത്യക്ഷനായ അഖിലേശ്വരനങ്ങവർ
കൊത്തവരങ്ങളെല്ലാം കൊടുത്തിടിനാൻ. നിത്യമുഷക്കാലമപ്രചേതാക്കളെ സ്മത്വാവസിപ്പവർക്കത്തലൊഴിഞ്ഞുടൻ ലോകാനുകാരവും സൗഭാഗ്യവും വന്നു. ലോകപ്രസിദ്ധരായി വന്നു കൂടും ദൃഢം. രുദ്രഗീതസ്തുതി ചെയ്വവർക്കും പുനരത്രൈവ തൽഫലമെത്തുമ സംശയം. പിന്നയങ്ങപ്രചേതാക്കൾക്കു കീർത്തിയും ധന്യനായേറ്റം പ്രസിദ്ധനാം പുത്രനും ചെമ്മേ ലഭിച്ചു. സുഖമായി വരികെന്നു സമ്മോദപൂർവം വരം കൊടുത്തു പരം. കണ്ണു മഹാമുനി തന്നുടെ പുത്രിയെ ചെന്നുടൻ വെട്ടുകൊൾകെന്നുമരുൾ ചെയ്താൻ. തന്വീമണിയാം തരുണിയും പുത്രനും വന്നാലതിങ്കൽ ബന്ധം ഭവിയാതൊരു ഭക്തിയുമുണ്ടായി വരികെന്നനുഗ്രഹിച്ചഗ്രേ ഭഗവാൻ മറഞ്ഞരുളിയിടിനാൻ. തത്ര ഭഗവൽ സ്തുതി ചെയ്തു ഭക്തി പൂണ്ടുത്തമന്മാരാം പ്രചേതാക്കളഞ്ജസ തൽസമുദ്രാന്തരേ നിന്നു കരേറിനാർ. തൽസമയേ ബഹുസ്ഥാവരൗഖങ്ങളാൽ മൂടിക്കിടന്നൊരു ഭൂമിയെ കൺകയാലൂടെ വളർന്ന കോപാലവർ തൽക്ഷണേ പാവകവായുക്കളെ സൃജിച്ചാശുതൽ സ്ഥാവരൗഖം ദഹിക്കത്തുടങ്ങും വിധൗ കേവലം ബ്രഹ്മാവെഴുന്നള്ളി നിന്നവർ കാവിരാനന്ദം വളർത്തരുളി ചെയ്തു. രോഷമടക്കിയ ബോധഹോവെന്തുടൻ ശേഷിച്ചു നിന്നുള്ള പാദപജാലങ്ങൾ കന്ധുവിൻ പൊക്കേന്നു പ്രമ്ലോചയിൽ ജനിച്ചെന്നവളാൽ കളയപ്പെട്ടുളവായ മാരിഷയാകിയ കന്യക തന്നെയും സാരസസംഭവൻ തന്നിയോഗത്തിനാൽ വേട്ടവൾ ചാക്ഷുഷമായ മന്വന്തരേ വാട്ടമൊഴിഞ്ഞെഴും സൃഷ്ടാവതാക്കിയ ദക്ഷനേയും ജനിപ്പിച്ചവൻ തന്നെ ശിക്ഷോചിതോപനയനാദി സർവവും തൽക്രിയാമാർഗക്രമങ്ങളെ ചെയ്തുടൻ തൽഗ്രഹസ്ഥാശ്രമം സാധിച്ചവർക്കളും പിന്നെ പ്രജാസർഗത്തിങ്കൽ ദക്ഷനെ തന്നെ നിയോഗിച്ചു തങ്ങൾ നിവൃത്തരായി പോയി പടിഞ്ഞാറേ സമുദ്രതീരം പുക്കുവായ്പഴും ബ്രഹ്മസത്രത്തെ ദീക്ഷിച്ചവർ ബ്രഹ്മത്തെയും വിവേകിച്ചിരിക്കും വിധൗ നിർമ്മലനാകിയ നാരദമാമുനി തൽസഭാമധ്യം പ്രവേശിച്ചിതം മുനി സത്തമനെ കണ്ടു വന്ദിച്ചു പൂജിച്ചു ഭക്ത്യാ പരബ്രഹ്മതത്വം വിചാരിപ്പാൻ അക്കാലമാഹന്ത നാരദമാമുനി തത്വജ്ഞാനത്തെയും തൽസാധനമായ ഭക്തിമാർഗത്തെയുമങ്ങതിനാശ്രയ കർത്താ ഭഗവൻ മാഹാത്മ്യവിശേഷവും അർത്ഥപ്രകാരണമാം കഥാസംഗവും ആത്മജ്ഞാനാർത്ഥതത്വോപദേശത്തെയും തീർത്തരുൾ ചെയ്തുപദേശിച്ചരുളിനാൻ. വാസ്തവമേവം വിതുരമൈത്രേയ സംവാദപ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽ പാരം ചുരുക്കമായൊട്ടൊട്ടു ചൊല്ലിയങ്ങാരൂഢമോദമടങ്ങിക്കിളിപ്പൈതൽ. ഇതി ശ്രീമഹാഭാഗവതേ ചതുർത്ഥസ്കന്ധം സമാപ്തം.